എന്താ അമ്പലക്കടവ് ഫൈസി നിങ്ങളെ കാണാത്തത്? നിങ്ങൾ എന്തേ മിണ്ടാത്തത്? നിങ്ങൾ എന്തേ പ്രതികരിക്കാത്തത്? നിങ്ങളിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാറില്ലായിരുന്നോ? പല വിവാദങ്ങളും ഇടയ്ക്കൊക്കെ ഈ അടുത്ത് വരെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് FB പോസ്റ്റുമായി നിങ്ങൾ വന്നിട്ട്, ഫേസ്ബുക്കിൽ നിങ്ങൾ വന്നിട്ട് പല വിവാദങ്ങളും ഉണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ച് കാന്തപുരസ്താദിനെക്കുറിച്ചും മർക്കസിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കേട്ടിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് അറിയാതെ അന്വേഷിക്കാതെ വന്നിട്ട് അതുമായി വന്നിട്ട് വലിയ പോസ്റ്റുമായി വന്നു പോകുന്ന ആളല്ലേ. എന്തേ നിങ്ങൾ ഇപ്പം മിണ്ടാത്തത്? രൂക്ഷമായ ആരോപണം നിങ്ങൾക്കെതിരെ വന്നിരിക്കുകയല്ലേ, എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? നിങ്ങൾ ഈ അടുത്തായി പ്രതികരിക്കുന്നേ ഇല്ല. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വലിയ നേതാവ് മഹാനായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ വരെ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സമസ്ത ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞില്ലേ. വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. വലിയ വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ളത്. നിങ്ങളുടെ പരസ്പരം ഗ്രൂപ്പുകളിലൊക്കെ തന്നെ എന്തെല്ലാമാണ് എഴുതി വിടുന്നത്, എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സഖാവെന്ന് വിളിക്കുന്നു, നിങ്ങളെ അരിവാൾ സുന്നി എന്ന് വിളിക്കുന്നു ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ. ഒരു കാലത്ത് ആ പേരും പറഞ്ഞ് കാന്തപുരസ്താദിനെയും മർക്കസിനെയും സുന്നി പ്രവർത്തകരെയൊക്കെ നിങ്ങൾ പറഞ്ഞ സഖാവെന്ന് നിങ്ങൾ വിളിച്ച, അരിവാൾ സുന്നി എന്ന് നിങ്ങൾ വിളിച്ച പേര് കേട്ടിട്ട് നിങ്ങളുടെ മുമ്പിലിരുന്ന് തക്ബീർ ചൊല്ലിയ, നിങ്ങൾക്ക് കൈയടിച്ച് പ്രോത്സാഹനം തന്ന ആളുകൾ തന്നെ ഇപ്പോൾ നിങ്ങളെ അരിവാൾ സുന്നി എന്നും സഖാവെന്നും വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് ഗുരുത്തക്കേടാണ്. ഇത് ഗുരുത്തക്കേടാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വൈകിപ്പോകുമേ ഫൈസി. അത് നിങ്ങൾ ഉണർത്തുകയാണ്. അത് വൈകിപ്പോകും. വൈകിയാൽ നിങ്ങൾക്ക് അപകടമാണ്. നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് കാന്തപുരസ്താദിനെതിരെ മർക്കസിനെതിരെ നിങ്ങൾ സഖാവെന്നും അരിവാൾ സുന്നിയെന്നും വിളിച്ചപ്പോൾ അതിന് പ്രോത്സാഹനം തന്ന് കൈയടിച്ച് തന്ന, തക്ബീർ ചൊല്ലി തന്ന ആളുകൾ തന്നെ നിങ്ങളെ ഇപ്പോൾ അതേ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗുരുത്തക്കേട്. ഇത് നിങ്ങൾക്ക് പടച്ച റബ്ബ് തന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ യാതനയും വേദനയും ഉണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ തന്നെ. എന്തിൻ്റെ പേരിലാണ്? ഞങ്ങളെ അല്ലെങ്കിൽ കാന്തപുരസ്താദിനെയും സുന്നി പ്രവർത്തകരെയും ഒക്കെ നിങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ, അന്നുണ്ടായിരുന്ന അത് 89 കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയൊരു ഗുരുത്തക്കേടാണ് അല്ലേ. രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം, പുത്തൻവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അതേ വിഷയം പറഞ്ഞിട്ട് ഒരു വിഭാഗം ആദ്യത്തെ 89 കാലഘട്ടത്തിൽ പറഞ്ഞത് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുറച്ചാളുകൾ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതല്ലായിരുന്നു പണ്ട് കാന്തപുരസ്താദും ഞങ്ങളുടെ സുന്നി പ്രവർത്തകരും നേതാക്കന്മാരും പറഞ്ഞിരുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ വൈകിയാൽ ഫൈസി അപകടമാണ്. ഇനി ചോദിക്കട്ടെ, നിങ്ങൾക്കെതിരെ വലിയ കോടിക്കണക്കിന് രൂപയുടെ ആരോപണം വന്നിരിക്കുന്നു. അതും ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ, നിങ്ങൾ നടത്തിയ സ്ഥാപനത്തിൻ്റെ ഒക്കെ പേരിലാണ്. മനസ്സിലാക്കണം. നിങ്ങളല്ലേ അമ്പലക്കടവ് ഫൈസി വലിയ തഖ്വയും സൂഫിസയും അല്ലെങ്കിൽ പിന്നെന്താ പുണ്യ സമസ്ത എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നത്. ആ നിങ്ങൾക്കെതിരെയല്ലേ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ആരോപണം വന്നിരിക്കുന്നത്, നിങ്ങൾ ഹമുക്കി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് ഒരു വേള നിങ്ങൾ ചിന്തിക്കി. വലത്തെ കൈ ഇടത്തെ നെഞ്ചത്ത് വെച്ചിട്ട് രാത്രി കിടക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ആലോചിക്കുക. 89 കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ഇത്തരം ആരോപണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും നിങ്ങൾ പറഞ്ഞിരുന്നു. അതേ ആരോപണങ്ങൾ ഒന്നൊന്നായി 1 by 1 നിങ്ങളെ മുഖത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നതായി ഇപ്പോൾ കാണുന്നത്. ഇത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ വൈകിപ്പോകും ഫൈസി. ഒന്നുകൂടെ ഉണർത്തുകയാണ്. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ച് നിങ്ങൾ അനാവശ്യം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ഒരു വലിയ വിഷയം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? അന്ന് ഈ കാന്തപുരസ്താദിനെയും മഹാന്മാരായ പണ്ഡിതന്മാരെയും നിങ്ങൾ ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ മുമ്പിലിരുന്ന് കൈയടിച്ച് തന്ന, തക്ബീർ ചൊല്ലി തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ നിങ്ങളെ ഇതേ വിഷയം പറഞ്ഞു വരുന്നത്. വേറെ ആരുമല്ല. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരിൽ വന്ന ഈ പ്രശ്നം വലിയ കോഴ കേസാണ് പുറത്ത് വന്നത്. നിങ്ങൾ മറുപടി പറ, നിങ്ങൾ പ്രതികരിക്കുക. എന്തേ നിങ്ങൾ മിണ്ടാത്തത്? സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ആളല്ലേ, എന്താ ഇപ്പം മിണ്ടാത്തത്? അതുകൊണ്ട് ഫൈസി നിങ്ങൾ മിണ്ടണം, ആലോചിക്കണം. ഇനിയെങ്കിലും ആലോചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ്
നിങ്ങളുടെ പണ്ട് ചെയ്തു പോയ വലിയ ഭീമമായ തെറ്റുകളും അബദ്ധങ്ങളും ഇനിയെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ, ഒരു പുനർചിന്ത നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ വൈകി പോകുമേ ഫൈസി ഉണർത്തുകയാണ്.